നമ്മൾ കുട്ടികളോട് തെറ്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഇവരോട് എന്ത് തെറ്റാ ചെയ്യുന്നത്. ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാല് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിന്, ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിന്. നമ്മളെ മക്കൾക്ക് കുറുക്ക് കൊടുക്കുന്നത്. കുറുക്ക് എന്ന് പറയാവോ എന്നറിയില്ല, റാഗിയും ഗോതമ്പും നമ്മൾ കൊടുത്തിട്ടുണ്ടായത്. അപ്പൊ അത് കൊടുക്കുന്നത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പേരിൽ കുറേ ചോദ്യങ്ങളും അതുപോലെ കുറെ കമന്റ്സ് തന്നെ, കുറെ എന്താ പറയാ, നമ്മളെന്തോ തെറ്റ് ചെയ്ത് നമ്മളെ മക്കളോട് എന്തോ അപരാധം ചെയ്ത് എന്നുള്ള പോലത്തെ കുറെ കമന്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിനുള്ള റിപ്ലൈ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അതിന് മുന്നേ ഇതാ രണ്ടാളും ഇവിടെ കടന്നിട്ടുണ്ട്. ഒരാൾ ഇരുന്ന് ഓളെ ഫ്രണ്ടിലൊക്കെ വർത്താനം പറയുന്ന ഇവിടെ ബെസ്റ്റ് ഫ്രണ്ട് ഇത് തവളപ്പൻ. നമ്മൾ തവളപ്പൻ എന്നാ പേരിട്ടത്. ഓളെ ബെസ്റ്റ് ഫ്രണ്ടാ. ഓളിങ്ങനെ നോക്കി കുറേ സമയം എന്നോട് ഇങ്ങനെ വർത്താനം പറയും. ഇപ്പൊ രണ്ടാള് വർത്താനൊക്കെ പറയാൻ തുടങ്ങി കേട്ടോ. ഇങ്ങനെ വർത്താനം മീൻസ് ശരിക്കുള്ള വർത്താനം അല്ല, ഇങ്ങനെ എന്നെല്ലാം മറ്റു വർത്താനം പറയും. മറ്റേ ആളതാ മറ്റേക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് നല്ലോണം. പക്ഷെ ഇങ്ങനെ നമ്മളിങ്ങനെ കടത്തിയിട്ടുണ്ട്. പക്ഷെ പിന്നെ ഫോണെല്ലാം നോക്കുമ്പോ നല്ല നോട്ടാ. ഇപ്പൊ അതാ ചങ്ങായി നല്ല വർത്താനാണ്. രണ്ടാളും കൂടി ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ പറയാം. പിന്നെ കുറേ സമയം അത് അനങ്ങാണ്ടിരിക്കുമ്പം അപ്പാട് തുടങ്ങിയ കരച്ചില് അതിങ്ങനെ ഇതാക്കി ഇങ്ങനെ തുള്ളിക്കൊണ്ടേ ഇരിക്കും. അപ്പൊ അങ്ങനെ ആകുമ്പോ കളിച്ചോളും. അല്ലെങ്കിൽ നേരെ കുറച്ച് നേരം കഴിഞ്ഞാൽ അത് അനങ്ങാണ്ടിരുന്നാൽ ഓക്ക് റിപ്ലൈ കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഓക്ക് ദേഷ്യം പിടിക്കും. അപ്പോഴോട് കരച്ചു തുടങ്ങും. ഓൻ പിന്നെ അതൊന്നും നോക്കൂല. ഓനിങ്ങനെ കിൽക്കട്ട ഇടുന്നത്, ഈ കിൽക്കട്ട വെച്ചിട്ട് ഓന് അത് കേൾക്കുമ്പോൾ ഓനും കുറച്ച് ഇതാവും. അങ്ങനെയാണ്. പിന്നെ രണ്ടാളും ഇപ്പൊ കളിച്ചോളും. കുറെ സമയം ഇങ്ങനെ കിടന്ന് കളിക്കും, ഉറങ്ങും. ഇത് തന്നെയാ പരിപാടി, വേറെ പരിപാടീസ് ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ കളിക്കും. പിന്നെ ഇങ്ങനെ നമ്മളെല്ലാം നോക്കി ചിരിയും കളിയെല്ലാം ഇപ്പൊ കുറച്ച് കൂടിയിട്ടുണ്ട്. 3 മാസമായല്ലോ. അപ്പൊ അതിൻ്റെതായ ചിരിയും കളിയൊക്കെ ഉണ്ട്, കൂടിയിട്ടുണ്ട്. അതേപോലെ ചോദിച്ച വേറൊരു ക്വസ്റ്റ്യൻ ആണ്, എത്ര ml ആണ് പൊടി കൊടുക്കുന്നത് എന്നുള്ള, പൊടി കലക്കിയ വെള്ളം ഇത് പാല് കൊടുക്കുന്നത് എന്നുള്ളത്. നമ്മളിപ്പോൾ കൊടുക്കുന്നത് 60 ആണ് കൊടുക്കുന്നത്. ശരിക്കും ഡോക്ടർ പറഞ്ഞത് വെച്ചിട്ട് 90 ഒക്കെ, ഇവരെ വിശപ്പ് മാറുന്നതിനനുസരിച്ച് കൊടുക്കാന്നാണ് പറഞ്ഞത്. ശരിക്കും ഇവരിപ്പോൾ ഓനിപ്പോൾ 90 ഒക്കെ കുടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാണ്ട് 60 കൊടുത്ത് പിന്നീട് 30, ഓന് വിശപ്പുണ്ടെങ്കിൽ മാത്രം 30 അങ്ങനെയൊക്കെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓള് 60 തന്നെ കൊടുക്കുള്ളൂ. അധികം അതിന് കൂടുതലൊന്നും ഓള് കുടിക്കുന്നില്ല, അത്രേ കൊടുക്കുള്ളൂ. ഓന് 90 ഒക്കെ കുടിക്കുന്നുണ്ട്. അത് ഓരോ ചില സമയം വിശപ്പ് കുറച്ച് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കും. അങ്ങനെയാണ് കൊടുക്കുന്നത്. അത് ഡോക്ടർ തന്നെ പറഞ്ഞ 3 മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് 90 ഒക്കെ വേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം ഇനി ശരിക്കുമുള്ള ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ എന്നല്ല, ശരിക്കുമുള്ള എന്താ പറയാ, നമ്മളെ ഇതിലേക്ക് പോവാം. നമ്മൾ അപ്പം കൊടുത്തിട്ടുണ്ടായത് എന്താ കൊടുത്തിട്ടുണ്ടായെന്ന് വെച്ചാൽ, നമ്മൾ റാഗിയും വീറ്റുമാണ് കൊടുത്തിട്ടുണ്ടായത്. അത് നമ്മൾ കൊടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ എന്താ പറയാ, നമ്മൾ ഡോക്ടർ തന്നെ പറഞ്ഞ കുറെ ആൾക്കാർ പറയുന്നുണ്ട്, ഏത് ഡോക്ടറാ പറഞ്ഞത്, ഇപ്പൊ എന്താ ഡോക്ടർ നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഡോക്ടറുടെ പേര് പറയുന്നത്, അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ പറയുന്നുണ്ട്. നമ്മളെ മക്കളാണ്. അപ്പൊ നമ്മൾ സ്നേഹിക്കുന്ന പോലെ ഈ പറയുന്ന ആരും എന്തായാലും സ്നേഹിക്കില്ല. നമ്മളോരോട് എന്താ പറയാ, നമുക്ക് പഠിപ്പോ വിവരോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ആൾക്കാരല്ല. പിന്നെ പണ്ടത്തെ ആൾക്കാർ പറഞ്ഞിട്ടല്ല നമ്മൾ ഈ ചെയ്യുന്നത്. നമ്മുടെ ഡോക്ടർ ഓക്കെ നിങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ചെയ്യുന്നത്. നമുക്ക് ഓരോട് നമ്മളെ മക്കളാണ്. നിങ്ങൾക്ക് സ്നേഹം ഉണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. നിങ്ങൾ കാണുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം നമ്മളാണെങ്കിൽ പല കുട്ടികളെ വീഡിയോസും കാര്യങ്ങളും കാണാൻ നമുക്ക് ഓരോട് ഇഷ്ടം ഉണ്ടാവും. ആ ഒരു തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇല്ല ഒന്നും പറയില്ല. പക്ഷെ നമ്മളെത്ര എന്തായാലും സ്നേഹിക്കൂല. അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്നതിൻ്റെ അത്ര ഒരിക്കലും നിങ്ങൾക്ക് അവരുടെ സ്നേഹം ഉണ്ടാവില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് ഒരു അപരാധവും ചെയ്തിട്ടില്ല. കുറേ ആൾക്കാർ പറയുന്നത് നമ്മൾ അപരാധം ചെയ്ത് നിങ്ങൾക്ക് ബോധമില്ല, വിവരമില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കുറേ ആൾക്കാർ. നമുക്ക് അങ്ങനത്തെ എന്താ പറയുക, നമ്മൾ ഡോക്ടറോട് ചോദിച്ച്, ഇവർക്ക് ഇപ്പം 3 മാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. 3 മാസം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഡോക്ടറോട് ചോദിച്ചു. കാരണം വെച്ചാൽ ഇവർ പൊടി കുടിക്കുന്ന കുട്ടികളാണ്. സ്റ്റാർട്ടിങ് ഡേ ഫസ്റ്റ് തൊട്ട്, ഇവർ ജനിച്ച അന്ന് തൊട്ട് ഇവർ പൊടി കുടിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ പറഞ്ഞ് റാഗിയും വീറ്റും വളരെ നേർമനാക്കി, എൻ്റെ ആ വീഡിയോ തന്നെ ഉണ്ട്, ഞാൻ അരിച്ചിട്ട് തുണി വെച്ച് അരിച്ചിട്ടാണ് കൊടുക്കുന്നത്. അത്രയും വളരെ നേർമനാക്കിയിട്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെയും അരിക്കുന്നുണ്ട്. 2-3 പ്രാവശ്യം അരിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പം അത്രയും നേർമനാക്കിയിട്ട് നിങ്ങൾക്ക് ഇപ്പം കൊടുക്കാം. കാരണം വെച്ചാൽ ഈ ഡൈജഷനൊന്നും ഇഷ്യൂസ് വരില്ല, പൊടി കൊടുക്കുന്നില്ല. അപ്പം അതും ഇതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അത്രയും നേർമനാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് വലിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊന്നും വരാനില്ല. അപ്പം അതിപ്പോൾ കൊടുക്കുക. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ 4th മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടിട്ട്, ഇപ്പം 28-ന് ഇവർക്ക് 3rd മന്ത് കംപ്ലീറ്റ് ആയി, 4th മന്ത് സ്റ്റാർട്ട് ചെയ്യും. അപ്പം തൊട്ടിട്ട് നിങ്ങൾക്ക് റാഗി കട്ടിയിലാക്കി കൊടുക്കുക, ബിസ്ക്കറ്റ് കൊടുക്കുക, കായ്പൊടി കൊടുക്കുക, അതൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് 1 മിനിറ്റ് നല്ല കരച്ചിലാണ്. ബാക്കിയുള്ളത് ഞാൻ നമുക്ക് പറയട്ടെ. ഓളെ കരച്ചിലായിരുന്നു, അതാ ഞാൻ ഒന്ന് ഇതാക്കിയത്. ഇപ്പൊ കുറച്ചടങ്ങിയിട്ടുണ്ട്. എപ്പോൾ വേണമെങ്കിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇയാൾ പാല് കുടിക്കലാണ്.
അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 4th മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടിട്ട്, കാരണം നമുക്കിപ്പോൾ June 28 തൊട്ട് 4th മന്ത് ഇവർക്ക് സ്റ്റാർട്ട് ചെയ്യും. അന്ന് തൊട്ടിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായത് കായ്പൊടി, ബിസ്ക്കറ്റ്, അതേപോലെ റാഗി തന്നെ അതൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് സ്റ്റാർട്ടിങ്ങിൽ കട്ടിയാക്കിയിട്ടല്ല, കുറച്ചൊരു ലൈറ്റ് ആക്കി പിന്നെ അത് കട്ടിയാക്കി കൊണ്ടുപോയി. കാരണം വെച്ചാൽ സോളിഡ് ആക്കിയിട്ട് തന്നെ കൊണ്ടുവരാം. കാരണം വെച്ചാൽ ആ സമയത്താവുമ്പോൾ ഇവർക്ക് ഈ ചവക്കുന്നത് ഡെവലപ്പ് ചെയ്ത് വരിക. അപ്പൊ ആ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും അതേപോലെ നല്ലതെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പറയുന്നുണ്ട്. പിന്നെ ചിലർ പറഞ്ഞിട്ടുണ്ട് ഈ പണ്ടത്തെ ആൾക്കാർ അങ്ങനെയാ ചെയ്യുന്നത്, ഇങ്ങനെയാ ചെയ്യുന്നത്. ശരി തന്നെയാണ്, പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്നുണ്ടായി. ഇപ്പം പണ്ടത്തെ ആൾക്കാർ എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊക്കെ 3 മാസത്തിലേ തന്നു തുടങ്ങിയിരുന്നത്. അങ്ങനെ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ പണ്ടത്തെ ആൾക്കാരെ നോക്കിയിട്ട് ഒന്നുമല്ല ഞാൻ ചെയ്യുന്നത്. കാരണം വെച്ചാൽ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കായിക്കോട്ടെ, അതേപോലെ അന്നെ അറിയുന്നവർക്കായിക്കോട്ടെ, ഈ പണ്ടത്തെ ആൾക്കാർ 3 മാസം വീട്ടിൽ നിൽക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്നും ചെയ്യില്ല. ഞാൻ 12 ദിവസമൊക്കെ നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ തൊട്ട് ഞാനും എൻ്റെ മക്കളും പുറത്തിറങ്ങി തുടങ്ങിയത്. എത്രയോ ദിവസം വരെ ഇവരെ പുറത്ത് കാണിക്കരുത് എന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എന്തെല്ലാം ഉണ്ട്. ഈ പണ്ടത്തെ പഴയ ആൾക്കാർ അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇവർ എപ്പോഴാണ് ഹോസ്പിറ്റൽ വിട്ട് വീട്ടിൽ വന്നത് അന്ന് തൊട്ടിട്ട് എൻ്റെ ഹസ്ബൻഡ് ആയിക്കോട്ടെ എല്ലാവരും പുറത്തേക്ക് ഇവരെ കൊണ്ടുപോകുന്നുണ്ട്. ഇവർ പുറത്ത് നടക്കുന്നത് മീൻസ് ഇവരെ കൂട്ടി നടക്കുന്നു പിടിക്കുന്ന എല്ലാം ഉണ്ട്. അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. നമ്മളങ്ങനെ പണ്ടത്തെ ആൾക്കാർ നോക്കിയിട്ടോ അങ്ങനെ ഇങ്ങനെയൊന്നല്ല. പക്ഷെ നമുക്ക് ഡോക്ടർ ഓക്കെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അതിപ്പം പണ്ടത്തെ ആൾക്കാർ ചെയ്യുന്നില്ലാത്തൊന്നും നമ്മൾ നോക്കുന്നില്ല. നമ്മളത് ഡോക്ടറോട് ചോദിച്ച് ഡോക്ടർ ഓക്കെ പറഞ്ഞ് അങ്ങനെ മാത്രമേ ചെയ്യുന്നത്. അതുകൊണ്ട് 4th മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. യുദ്ധമായിരിക്കും കരച്ചിലോടെ കഴിഞ്ഞാൽ പിന്നെയും കരച്ചിൽ സ്റ്റാർട്ട് ചെയ്ത്. എനിക്ക് തോന്നുന്നത് ഓളെ തവളപ്പനുണ്ടല്ലോ, അത് വീണുകൊണ്ടാണോ എന്നറിയില്ല, ഒന്നൊന്നും കരച്ചിലായിരുന്നു. ഇപ്പോൾ ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്, പാൽ കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്, മറ്റേ ആൾ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 4th മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ടിട്ട് ഞാൻ എന്തായാലും ഇവർക്ക് കട്ടി തന്നെ കൊടുത്തു തുടങ്ങും. ഡോക്ടർ എന്താണോ പറഞ്ഞത് അത് തന്നെ ചെയ്തു തുടങ്ങും. കാരണം വെച്ചാൽ ഒന്നാമത് ഇവർ ട്വിൻസാണ്. അപ്പം എന്ന് വെച്ചാൽ ഇവർക്ക് നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്നവർക്ക് കൊടുക്കാം. നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ട്, ഇവർക്ക് തികയില്ല. രണ്ടാൾക്കും എന്തായാലും തികയില്ല, ഇവർ വിശപ്പ് മാറൂല. അപ്പം എന്ന് വെച്ചാൽ എന്തായാലും പൊടിയും കൊടുക്കണം. പക്ഷെ പൊടിയിനെക്കാട്ട് എത്രയോ നല്ലതാണ് ഈ റാഗിയും വീറ്റും മറ്റെന്താ പറയുക കായ്പൊടിയും കാര്യങ്ങളൊക്കെ. ഇവർക്ക് കുറച്ചിട്ട് നല്ലോണം വിശപ്പും മാറും ഒക്കെ മാറും. അപ്പം അതുകൊണ്ട് തന്നെ പൊടിയിനെക്കാട്ട് പൊടി കൊടുക്കൂല എന്നല്ല, പൊടിയും കണ്ടിന്യൂ ചെയ്യും. അതിൻ്റെ കൂടെ ഇതും മിക്സാക്കി എല്ലാം എന്താ പറയുക ഇവർക്ക് മടുക്കരുതല്ലോ. അപ്പം ബ്രസ്റ്റ് മിൽക്ക് പൊടി, അതിൻ്റെ കൂടെ വീറ്റ്, കൈപ്പൊടി ഇങ്ങനത്തെയൊക്കെ ഞാൻ മാറി മാറി കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. 4th മന്ത് തൊട്ടിട്ട് ഇപ്പോഴും ഞാൻ റാഗിയും വീറ്റും കൊടുക്കുന്നുണ്ട്. ലൈറ്റായിട്ട് ദൈവം സഹായിച്ച് ഇവർക്ക് ഇത്ര വരെ ഒരു കുഴപ്പമോ കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. അത് കുഴപ്പമുണ്ടാവുമെങ്കിൽ ഡോക്ടർ ഒരിക്കലും പറയുകയില്ല ഇങ്ങനെ ചെയ്യാന്നുള്ളത്. ഇവർ ഓക്കെ എന്നാൽ അത്രയും ലൈറ്റ് ഞാൻ ഇപ്പോഴും പറയാം, അത്രയും നേർമനാക്കി. ഇവർ പൊടി എങ്ങനെയാണോ കുടിക്കുന്നത് സെയിം ഇതിൽ അത്രയും നേർമനാക്കിയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ ബോട്ടിൽ കൊടുക്കാത്തതെന്ന് വെച്ചാൽ ബോട്ടിൽ പാൽ ഇളക്കുന്നുണ്ടാകുന്ന ബോട്ടിൽ കൊടുക്കണം. ഞാൻ സ്പൂൺ ഇതാക്കി കൊടുക്കുന്നത്. അത് ചിലർക്ക് കാണുമ്പോൾ തിരിഞ്ഞത് സോളിഡ് ആക്കിയിട്ടാണ് കൊടുക്കുന്നത്, കട്ടിയിലാണ് കൊടുക്കുന്നത് എന്നുള്ള ഇതിലായിരിക്കും ചിലർ പറഞ്ഞിട്ടുണ്ടാവും. കട്ടിയിലല്ല, പാൽ എങ്ങനെയാണോ ഉള്ളത് അത്രയും നേർമനാക്കിയിട്ടാണ് ഇവർക്ക് കൊടുക്കുന്നത്. കുറുക്ക് മീൻസ് അതിന് കുറുക്ക് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല, റാഗിയും വീറ്റും കൂടി കൊടുക്കും. അതേപോലെ കമൻസിൽ വന്ന കാര്യമാണ് നമ്മൾ കുട്ടികളോട് തെറ്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ ഇവരോട് എന്ത് തെറ്റാണ് ചെയ്യുന്നത്. നമ്മളെല്ലാം ഡോക്ടറോട് ചോദിച്ച് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെ പറയുന്നുണ്ട് ഒന്നും അറിയാത്ത ഡോക്ടർ അതേപോലെ വേറെ ഡോക്ടറോട് ചോദിച്ചു നോക്കുക അങ്ങനെ ഇങ്ങനെ പറഞ്ഞത്. നമ്മൾ ഒരു ഡോക്ടറോടല്ല 1ഉം 2ഉം ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നത്. കാരണം വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് മെഡിക്കൽ ഫീൽഡാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഡോക്ടേഴ്സിന് നല്ല പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരാളോട് മാത്രമല്ല ചോദിച്ചത്, വേറെ ആൾക്കാരോട് ചോദിച്ചിട്ടാണ് നമ്മൾ വേറെ ഡോക്ടേഴ്സിനോട് ചോദിച്ചിട്ട് കൺഫേം ഓക്കെ ആണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പം എല്ലാവരുടെയും വിചാരം 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡ് മാത്രമേ ചെയ്യത്തുള്ളൂ. ഒരിക്കലും അല്ല. കാരണം വെച്ചാൽ ബ്രസ്റ്റ് മിൽക്ക് ഉള്ളവർക്ക് എത്ര വേണമെങ്കിലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇപ്പം അനക്ക് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ രണ്ടാൾക്കും കൂടി തികയുന്നില്ല. ഒരാൾക്ക് മാത്രമാണെങ്കിൽ കുഴപ്പമില്ലാണ്ട് പോവാം, കൂളായിട്ട് പോവാം. പക്ഷെ രണ്ടാൾക്കും കൂടി ആകുമ്പോൾ ഒരിക്കലും തികയുന്നില്ല. അപ്പോൾ എന്ന് വെച്ചാൽ ബ്രസ്റ്റ് മിൽക്ക് ഇല്ലാത്തവർ പൊടി കൊടുക്കുന്നുണ്ട്. പൊടീനെക്കാട്ട് എത്രയോ നല്ലതാണ് ഈ റാഗി ഇതൊക്കെ. അപ്പോൾ ഇത് ഡൈജഷൻ ഓർക്കൊരു കുഴപ്പവും വരുന്നില്ല. ഡോക്ടറോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഡൈജഷൻ്റെ ഇഷ്യൂസ് വരുമോ. അതിന് ഡോക്ടർ തന്നെ പറയുന്നുണ്ട് ഇല്ല, കാരണം വെച്ചാൽ അത്രയും നേർമനിലേ കൊടുക്കുന്നത്, അതുകൊണ്ട് ഒരു കുഴപ്പവും വരില്ല എന്ന് ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ പാല് നമ്മൾ പശുവിൻ്റെ പാലാണ് ഇതാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനും കുറേ കമൻസ് വന്നിട്ടുണ്ട്. അതിന് പശുവിൻ്റെ പാല് ചേർക്കുമ്പോൾ കഫക്കെട്ട് വരും, അതറിയാതെ ഡോക്ടർ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. പശുവിൻ്റെ പാല് ചേർക്കുമ്പോൾ ചെറിയ കഫക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് ഡോക്ടർ തന്നെ പറഞ്ഞൊരു ഇതാണ് കൂടുതൽ പശുവിൻ്റെ പാല് ചേർക്കണ്ട, വളരെ കുറവ്. കാരണം നമ്മളിപ്പം 1 ഗ്ലാസ് വെള്ളത്തിന് 1/4 ഗ്ലാസ്
ഗ്ലാസ് പശുവിൻ്റെ പാല് ചേർത്താൽ മതി, അത്രയും കുറവ് ചേർത്താൽ മതി ഡോക്ടർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പശുവിൻ്റെ പാല് ചേർക്കാനും ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്, അതിനൊരു കുഴപ്പമില്ല, ചേർക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നും ഇല്ലാന്ന് ഡോക്ടർ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതും ചേർക്കുന്നത്. അതിനും കുറേ കമൻസ് ഉണ്ടായിരുന്നു, പശുവിൻ്റെ പാല് ഒരു 1 ഇയർ കഴിഞ്ഞിട്ടേ ചേർക്കാൻ പാടുള്ളൂ, അല്ല 1 ഇയർ കഴിഞ്ഞിട്ടേ കൊടുക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല, അങ്ങനെ കൊടുക്കുന്നവർക്ക് അങ്ങനെ കൊടുക്കുക, അതിനൊരു തെറ്റില്ല. നമ്മൾ ഇവരുടെ കാര്യത്തിൽ മീൻസ് നമ്മൾ ഡോക്ടറോട് ചോദിച്ചാൽ നമ്മൾ കോൺഫിഡൻ്റ് ആണ്, ഇവരുടെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം, നമ്മൾ കോൺഫിഡൻ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത്. കോൺഫിഡൻസ് ഇല്ലാത്തവർ ചെയ്യേണ്ട. ഒരിക്കലും ഞാൻ പറയുന്നില്ല എൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതേപോലെ കുറുക്ക് കൊടുക്കണം എന്നോ അല്ലെങ്കിൽ ഇതാക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാൽ നമ്മൾ ഓക്കെ ആണ്, പ്രത്യേകിച്ച് ട്വിൻസ് ആണ്, കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഓക്കെ ആണ്, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുക, ഇല്ലാത്തവർ കൊടുക്കണ്ട. ബ്രസ്റ്റ് മിൽക്ക് ഉള്ളവർ ബ്രസ്റ്റ് മിൽക്ക് തന്നെ കൊടുക്കുന്നതല്ല, 6 മാസം 7 മാസം 8 മാസം എത്ര മാസം വേണമെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് കൊടുത്താൽ അത്രയും നല്ലതാണ്. കാരണം വെച്ചാൽ അതിൻ്റെ അത്ര നല്ലത് ഒരിക്കലും ഇതുണ്ടാവില്ല. കാരണം വെച്ചാൽ ഇവർക്ക് ഇമ്മ്യൂണിറ്റി പവറിനായിക്കോട്ടെ എല്ലാത്തിനും ബ്രസ്റ്റ് മിൽക്ക് തന്നെ ഏറ്റവും നല്ല. പിന്നെ നമ്മളെ ഇങ്ങനെ ട്വിൻസൊക്കെ ആകുമ്പോൾ ബ്രസ്റ്റ് മിൽക്ക് എന്തായാലും എത്തൂല, അപ്പോൾ പൊടി കൊടുക്കണം. അപ്പോൾ പൊടീൻ്റെ കൂടെ ഇതും കൂടി കൊടുത്താൽ അത്രയും കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സോളിഡ് അല്ല കൊടുക്കുന്നത്, അത്രയും നേർമനാക്കി പാൽ എങ്ങനെയാണോ അതേപോലെ ആക്കിയിട്ടാണ് ഇവർക്ക് നമ്മൾ കൊടുക്കുന്നത്. ശരിക്കും എന്താ പറയുക, പാല് പോലെ തന്നെ, അതിനെ കൊണ്ട് വേറെ ഇതൊന്നും ഇല്ല. അപ്പോൾ സോളിഡ് അല്ല, ലിക്വിഡ് ഇതായിട്ട് തന്നെ നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, കുറേ കമൻറ്റ്സ് ഉണ്ടായിരുന്നു ആ വീഡിയോൻ്റെ താഴെ. നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, തെറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ മക്കളോട് തെറ്റ് ചെയ്യുന്ന പോലെ ആയിരുന്നു കമൻറ്റ്സ് ഉണ്ടായത്. അതിന് ഒരു എന്താ പറയുക, പിന്നെ ഡോക്ടർക്ക് കുറ്റം, അങ്ങനെ ഓരോ ഇതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എൻ്റെ ഒരു ഇത് ഞാൻ പറയേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഇതിനും ചിലപ്പോൾ ഇതിൻ്റെ താഴെയും കുറേ അങ്ങനെ ഇങ്ങനെ എന്നുള്ള മറ്റേ കുറേ കമൻറ്റ്സ് ഉണ്ടാവും. ഞാനിപ്പോഴേ പറയാം, 4th മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് ഞാൻ ഇവർക്ക് സോളിഡ് കൊടുത്തു തുടങ്ങും. അതുകൊണ്ട് ഡോക്ടർ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ചവക്കാനുള്ള ആ ഒരു സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ 6th മന്ത് നമ്മൾ ചോറ് കൊടുക്കുമല്ലോ, അത് തൊട്ടിട്ട് ഇവർക്ക് ഇറച്ചി ആയിക്കോട്ടെ മീനായിക്കോട്ടെ എല്ലാം ഞാൻ കൊടുത്തു തുടങ്ങും. ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഒരു പ്രാവശ്യമൊക്കെ കൊടുക്കുക. ഇപ്പം നമ്മൾ ഇവർക്ക് ഒരു പ്രാവശ്യമാണ് കൊടുക്കുന്നത്, അങ്ങനെ ഒരു പ്രാവശ്യമൊക്കെ കൊടുക്കുക. പിന്നെ മെല്ലെ കൂട്ടി കൊണ്ടുവരിക, അങ്ങനെയായിരിക്കും നല്ലതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവർക്കിപ്പം ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെ കൂട്ടി കൊണ്ടുവരികയുള്ളൂ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ചെയ്യുള്ളൂ. എല്ലാ കാര്യങ്ങളും ഇവർക്ക് ഞാൻ കൊടുത്ത് ഇവർ കഴിക്കണം, അതേപോലെ കൊടുത്ത് വളർത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം വെച്ചാൽ രണ്ടാളാണ്. നമ്മളിപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ വീട്ടിലുള്ളൂ. എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഓക്കെ അമ്മയും അച്ഛനൊക്കെ ഉണ്ട്, പക്ഷേ നമ്മൾ താമസിക്കുന്നിടത്ത് ഞാനും ഹസ്ബൻഡും മാത്രമല്ല. അപ്പോൾ രണ്ടാളെ നോക്കാൻ നല്ല പാടായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാം ഞാൻ ശീലിപ്പിക്കണം ആഗ്രഹിക്കുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാനിതിനൊരു മറുപടി അങ്ങനെ ഒരു ഇതാക്കിയത്. പിന്നെ അതേപോലെ ചോദിച്ചൊരു കാര്യമുണ്ട്, ഇവരുടെ വെയിറ്റ് എത്രയാണെന്നുള്ളത്. ഇവർ ജനിക്കുമ്പം 2.8 സംതിങ് ആ റേഞ്ചിലായിരുന്നു ഇവർക്ക് വെയിറ്റ് ഉണ്ടായത്. ഇപ്പം ഇവർ 4.700 ഉണ്ട്, രണ്ടാളും ഉണ്ട്. കാരണം വെച്ചാൽ ഒരു 1 വീക്ക് മുന്നേ ഞാൻ ഡോക്ടറെ കണ്ടത്, അപ്പോൾ ഡോക്ടർ 4.700 ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓക്കെ നോർമലാണ്, കുഴപ്പമില്ല, നല്ല വെയിറ്റാന്ന് പറഞ്ഞു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം ഇനി ഇങ്ങനെ ഓരോ വീഡിയോസായിട്ട് നമ്മൾ വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ടാറ്റാ.